നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. FC ചാമ്പ്യൻസ് ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ സെമി ഫൈനൽ കാണാതെ പുറത്തായി. ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം ഇന്നലെ നടന്നപ്പോൾ അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അലൈൻ FC പരാജയപ്പെട്ടത്. ക്രിസ്ത്യാനോ കളിയിലൊരു പെനാൽറ്റി ഗോൾ നേടിയിരുന്നു. കൂടാതെ ഷൂട്ടൗട്ടിൽ അൽ നസറിനായിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ച ഒരേ ഒരു താരവും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സന്ദർഭങ്ങൾ നിറഞ്ഞൊരു മത്സരമായിരുന്നു. കളിയിൽ ആദ്യം 2 ഗോളുകൾ അടിക്കുന്നു അലൈൻ FC. അവർ ആദ്യ പാദത്തിലെ ഒരു ഗോളുമുണ്ട്. അങ്ങനെ 3-0 അഗ്രിഗേറ്റ് ലീഡിലേക്ക് എത്തുന്നു. അതിനുശേഷം അൽ നസർ തിരികെ അടിക്കുന്ന കാഴ്ച, ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു. ഗോൾ കീപ്പർ തടഞ്ഞിട്ട് റീബൗണ്ട് കിട്ടിയ പന്ത് പക്ഷേ അദ്ദേഹത്തിന് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നു. അതൊക്കെ അവിശ്വസനീയമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. പിന്നെ സംഭവിച്ചത് സാദിയോ മാനെ എതിർത്താരത്തിൻ്റെ കഴുത്തിനെ ഇങ്ങനെ പിടിക്കുന്ന ഒരു കാഴ്ച. അദ്ദേഹത്തിന് അതിനെ കാർഡ് ലഭിച്ചു, യെല്ലോ കാർഡാണ് ലഭിച്ചത്. അതുപോലെ അൽ നസറിൻ്റെ താരം ഐമൻ യഹിയക്ക് റെഡ് കാർഡ്. പിന്നെ അൽ നസറിൻ്റെ ഗോൾ കീപ്പർ വരുത്തി വെച്ച വിനയിലാണ് അവർ എക്സ്ട്രാ ടൈമിൽ ഗോൾ ഒന്ന് വഴങ്ങുന്നത്. ക്രിസ്ത്യാനോയുടെ പെനാൽറ്റിയിലൂടെ മറുപടി. അങ്ങനെ പല പല സന്ദർഭങ്ങളും നിമിഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ത്രില്ലർ പോരാട്ടമായിരുന്നു. ഏതായാലും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും പുറത്തായി. FC ചാമ്പ്യൻസ് ലീഗിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കിരീടമോഹം ഇവിടെ അവസാനിക്കുകയാണ്. മിസ്റ്റർ UCL എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ACL ഇത്തവണ മുത്തമിടാൻ കഴിയില്ല എന്നത് ഉറപ്പായി. പക്ഷേ ACL മൊത്തം അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുക്കുമ്പോൾ മികച്ച പ്രകടനം തന്നെ ക്രിസ്ത്യാനോ നടത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. 8 മത്സരങ്ങൾ FC ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ 8 ഗോളുകളിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. അതായത് 6 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നർത്ഥം. അതായത് ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്, അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ജേണി അവിടെ അവസാനിക്കുകയാണ്. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഡിഫൻസിൽ ആകെ പ്രശ്നങ്ങളായിരുന്നു. അത് ഐമറിക് ലാപ്പോർട്ടിന് റെഡ് കാർഡ് ഉള്ളത് കൊണ്ട് ഈ കളി കളിക്കാനും കൂടി കഴിയാതെ വന്നതോടെ പ്രശ്നങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തി. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടായിട്ട് അവരിപ്പോൾ പുറത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.